ജമ്മു കാശ്മീരിലേക്ക് മാറുകയാണ്. 41 സീറ്റുകളിൽ ഇപ്പോഴും ലീഡ് നിലനിർത്തിക്കൊണ്ടു പോകാൻ കോൺഗ്രസ് NC സഖ്യത്തിന് കഴിയുന്നുണ്ട്. ശ്രീ മോഹൻ വർഗീസ് ഇപ്പോൾ തന്നെ നേതാക്കളെ അയച്ചിരിക്കുകയാണ് ശ്രീനഗറിലേക്ക്. പക്ഷേ അത് പാഴായി പോകുമോ? ഇപ്പോഴത്തെ ടാലി വെച്ച് നോക്കുമ്പോൾ BJPയുടെ സാധ്യത കാണുന്നില്ല ജമ്മു കാശ്മീരിൽ. കാരണം PDP എന്തായാലും BJPക്ക് പിന്തുണ നൽകാനുള്ള സാധ്യത കാണുന്നതേയില്ല. ആ പാർട്ടി തകർന്നത് തന്നെ BJPയുമായിട്ട് കൈകൊടുത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇനിയും ഒരു അബദ്ധത്തിലേക്ക് പോകുമോ PDP? ശ്രീ മഞ്ജുഷ്, PDP അങ്ങനെ ഒരു അബദ്ധം കാണിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ലഭിക്കുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പേഴ്സ് അതുപോലെ തന്നെ വരികയാണെങ്കിൽ 90 അംഗ നിയമസഭയിൽ 41 സീറ്റുകളുമായി ഇന്ത്യ മുന്നണി, അതായത് നാഷണൽ കോൺഫറൻസ് ആൻഡ് കോൺഗ്രസ് ടുഗെദർ 41 സീറ്റുകളാണ്. PDPയുടെ 5 സീറ്റുകൾ കൂടി ചേർത്ത് വരുമ്പോൾ 46 എന്ന വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുകയാണ്. BJPക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന 28 സീറ്റുകൾ ഏതാണ്ട് 28 എണ്ണം തന്നെ അത് ജമ്മു മേഖലയിൽ നിന്ന് മാത്രമാണ്. കാശ്മീരിൽ സ്വതന്ത്രരെ നിർത്തി വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് 12 പേരാണ്. അതെല്ലാം അതിൻ്റെ ബ്രേക്കപ്പ് ഇനിയും ലഭ്യമല്ല. ഈ 12 സ്വതന്ത്രന്മാർ അല്ലെങ്കിൽ അതേഴ്സ് എന്ന കൂട്ടത്തിൽ എഞ്ചിനീയർ റാഷിദിന്റെ പാർട്ടി ഉണ്ടാകും, ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാകും, മറ്റ് ഇൻഫ്ലുവൻഷ്യൽ സ്വതന്ത്രർ ഉണ്ടാകും. അവരെല്ലാം കൂടി BJPയെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയും ഉണ്ടാവില്ല. അവരിൽ മഹാഭൂരിപക്ഷം ഒരുപക്ഷെ പിന്തുണയ്ക്കും. അതേസമയം 1-2 സീറ്റിന്റെ കുറവ് മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകുന്നതെങ്കിൽ സ്വതന്ത്രന്മാരെ മന്ത്രിസഭയിൽ എടുത്തുകൊണ്ടും മറ്റും വലിയ പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ടും ഇന്ത്യ മുന്നണിക്കും അവരെ ഒരുമിച്ച് നിർത്താൻ കഴിയും. അതുകൊണ്ട് തീർച്ചയായും എഡ്ജ് എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ്. അതിൽ ഒറ്റ റൈഡർ മാത്രമേ ഉള്ളൂ. PDP അവസാന നിമിഷം മലക്കമറിയുന്നില്ല എങ്കിൽ തീർച്ചയായും കാശ്മീരിന്റെ ഭരണം ഒരുപക്ഷെ ഒമർ അബ്ദുള്ളയുടെ കയ്യിൽ ഒരിക്കൽ കൂടി എത്താനുള്ള സാധ്യതയാണ് ഈ നിമിഷം കാണുന്നത്. ഇനി ഒരുപക്ഷെ BJP ഇപ്പോൾ 3 നിരീക്ഷകരെ കാശ്മീരിലേക്ക് അയച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിന് എല്ലാ സാധ്യതകളും തുറന്നിടുകയാണ്. ഒരുപക്ഷെ PDPയിലേക്ക് വീണ്ടും സമ്മർദ്ദവുമായി ഒരുപക്ഷെ മെഹബൂബ മുഫ്തിക്ക് ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി പദം ഓഫർ ചെയ്ത് കൂടായികയില്ല. 5-6 സീറ്റുകൾ മാത്രമുള്ള PDPക്ക് മുഖ്യമന്ത്രി പദം നൽകുകയും BJP പിന്നിൽ നിന്ന് സഹായിക്കുകയും ചെയ്യുന്ന ഒരിക്കൽ കൂടി ആ ഒരു കാര്യം ഉണ്ടാകുമോ എന്ന് പറയാനാവില്ല. കാരണം ഇത് രാഷ്ട്രീയമാണ് ശ്രീ മഞ്ജുഷ് അഭിലാഷ്. ഈ രാഷ്ട്രീയത്തിൽ എന്തും സാധ്യമാണ്. രാഷ്ട്രീയം അനന്തമായ സാധ്യതകളുടെ കലയല്ലേ. അതുകൊണ്ട് അതെല്ലാം പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ കൃത്യമായ ഒരു സൂചന എന്ന് പറയാനാവില്ല എങ്കിൽ പോലും എഡ്ജ് ഇന്ത്യ മുന്നണിക്കാണ് എന്നതാണ് ഇപ്പോഴത്തെ നില. എല്ലാ കണ്ണുകളും കാശ്മീരിലേക്ക് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 43 സഖ്യം 43ലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് അവ തനിച്ച് തന്നെ കേവല ഭൂരിപക്ഷത്തിലേക്ക് വരുന്നുണ്ട്. 43 സീറ്റുകളിലേക്ക് ജമ്മു കാശ്മീരിൽ കോൺഗ്രസും NCയും ചേർന്നുള്ള സഖ്യം വന്നിരിക്കുകയാണ്. അതായത് കേവല ഭൂരിപക്ഷത്തിന് 3 സീറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. 29 BJP, 12 മറ്റുള്ളവർ. 5 സീറ്റുകളിൽ ഇപ്പോഴും PDP ലീഡ് ചെയ്യുന്നുണ്ട്. ഹരിയാനയിൽ മുഴുവൻ സീറ്റുകളിലെയും ലീഡ് നില വന്നപ്പോഴാണ് 57 സീറ്റുകളിൽ കോൺഗ്രസിന് ലീഡ്, 22 സീറ്റുകളിലാണ് BJP ഹരിയാനയിൽ ലീഡ് ചെയ്യുന്നത്. ഇന്ത്യ സഖ്യം 43 ആക്കി മാറ്റിയിരിക്കുകയാണ് ജമ്മു കാശ്മീരിൽ. അങ്ങനെ ഹരിയാനയും ജമ്മു കാശ്മീരും ഇല്ലേ കോൺഗ്രസ് പിടിക്കുമോ എന്നുള്ളതാണ്. കോൺഗ്രസും NCയും തമ്മിലുള്ള സഖ്യം എന്ന് പറയുമ്പോൾ അതിനെ ഇന്ത്യ സഖ്യം എന്ന് തന്നെ പറയാം. തീർച്ചയായും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം വട്ടവും കേന്ദ്രത്തിൽ അധികാരത്തിൽ BJP ഏറിയതിനു ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ 2 ഇടത്ത് BJPക്ക് ഒരേ സമയം തിരിച്ചടി ഉണ്ടാകുന്നുവെങ്കിൽ മോദി പ്രഭാവം അസ്തമിക്കുന്നു എന്നതിന്റെ സൂചനയാണോ എന്നത് അറിയേണ്ടതുണ്ട്. ഇനിയും ഹരിയാനയിൽ പ്രത്യേകിച്ച് കാരണം ഹരിയാനയിൽ BJP അധികാരത്തിൽ വന്നത് തന്നെ മോദി പ്രഭാവത്തിലാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെയായിരുന്നു ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2014 തൂത്തുവാരുകയും ചെയ്തിരുന്നു. പക്ഷേ 2019 അതേ മോദി തരംഗം പക്ഷേ ഹരിയാനയിൽ ആഞ്ഞടിച്ചില്ല. അന്ന് സീറ്റുകൾ ലോക്സഭയിലേക്ക് മുഴുവൻ സീറ്റുകൾ നേടിയെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് കുറഞ്ഞു. 2024 അത് വ്യക്തമായിരുന്നുവല്ലോ. കാരണം മോദി പ്രഭാവമേ ഇല്ലാത്ത ഒരു സംസ്ഥാനമായി ഹരിയാന മാറി. 5-5 എന്ന രീതിയിൽ കോൺഗ്രസിനും BJPക്കും സീറ്റുകൾ തുല്യം ലോക്സഭയിൽ. ഇപ്പോൾ വന്നപ്പോഴേക്കും അത് ഏതാണ്ട് പൂർണ്ണമായിരിക്കുകയാണ്. പക്ഷെ BJP പ്രതീക്ഷിച്ച ഒരു തോൽവി തന്നെയാണ്. കാരണം അത്രമാത്രം ഭരണവിരുദ്ധ വികാരം, കർഷകരുടെ വിരുദ്ധ വികാരം ഉണ്ടായിരുന്നു, യുവാക്കളുടെ ഉണ്ടായിരുന്നു ഇല്ലേ. ഇതെല്ലാം കൂടി കേന്ദ്രീകരിക്കുന്നത് BJPയുടെ സംസ്ഥാന സർക്കാരിന്മേലാണ്. അതുമുണ്ടായി. പക്ഷെ കേന്ദ്രത്തിനെതിരെയുള്ള ഒരു വികാരവും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഹരിയാനയിൽ ഇപ്പോൾ പ്രതിഫലിച്ചത്. ഹരിയാനയിലെ കർഷക സംഘടനകൾ BJPയെ തോൽപ്പിക്കണമെന്ന വാശിയോടുകൂടി പ്രചാരണം നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഗുസ്തി താരങ്ങളെ അപമാനിച്ചു എന്ന പൊതുവികാരം അത് കേന്ദ്ര സർക്കാരിന് എതിരായ വികാരം കൂടിയാണ്. പ്രത്യേകിച്ച് ബ്രിജ്ഭൂഷൺ സിംഗിനെ സംരക്ഷിക്കുന്നു എന്ന വലിയ ആക്ഷേപങ്ങൾ നിലനിന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. കർഷക സംഘടനകൾ ഏറ്റവും നിർണായകമാകുമ്പോൾ അഗ്നിപഥ് പോലെയുള്ള പദ്ധതികൾ, അഗ്നിവീറുകളെ ഉൾപ്പെടെ തെരഞ്ഞെടുക്കുന്ന